വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും എപ്പിസോഡ് നമ്പർ 436, അതായത് തിങ്കളാഴ്ച ഇറങ്ങാൻ പോകുന്ന എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആ ഒരു എപ്പിസോഡിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഉപ്പും മുളകും സീസൺ 1 അധികം പ്രേക്ഷകർ കാത്തിരുന്ന ഒരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടർ തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ റീ എൻട്രി നടത്തുകയാണ്. നമ്മൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ജയന്തൻ. ഇപ്പോൾ ഉപ്പും മുളകിലോട്ട് ജയന്തൻ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു എപ്പിസോഡിൻ്റെ ഒരു TV പ്രോമോ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു TV പ്രോമോ നോക്കാം നമുക്ക്. ഈ ഒരു TV പ്രോമോയിൽ മെയിനായിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജയന്തനും ബാലുവും പടാ സിറ്റൗട്ടിലിരുന്ന് സംസാരിക്കുന്ന പോലെയാണ്. അതിൽ ജയന്തൻ ആദ്യം ബാലുവിനോട് ചോദിക്കുന്നുണ്ട്, പാർട്ടിക്ക് ഇപ്പം നല്ലൊരു ഗുണ്ടയുടെ ആവശ്യമുണ്ട് എന്ന രീതിക്ക് ബാലുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലു തിരിച്ചു വരുന്നത് നല്ലൊരു ഗുണ്ടയോ, ഇപ്പോൾ അങ്ങനെ സ്വഭാവ ദൂഷ്യമൊന്നും ഇല്ലാത്ത ഗുണ്ടയൊന്നും ഇപ്പോൾ ഇവിടെ കാണാൻ കിട്ടൂല എന്ന രീതിക്ക് ബാലുവും പറയുന്നുണ്ട്. നല്ലൊരു ഗുണ്ടയൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല എന്ന് ബാലു പറയുന്നത് ആ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു മറുപടിയാണ് അത്. പക്ഷേ ജയന്തൻ ഉദ്ദേശിക്കുന്നത് അതല്ല. ജയന്തൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അളിയൻ ഈ ഇടയ്ക്ക് മുട്ടയടിച്ച് കവലയിൽ വന്ന് അറിഞ്ഞത് നാട്ടുകാർ അറിഞ്ഞിട്ടുണ്ട്, പാർട്ടിക്കാർ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാർട്ടിക്കാർ പറഞ്ഞത് ബാലുവിനെ കിട്ടിയാൽ നമുക്ക് നല്ലൊരു ഗുണ്ടയാക്കാം എന്ന രീതിക്കാണ് പാർട്ടിക്കാർ പറഞ്ഞത്. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു റീ എൻട്രി നടത്തിയിരിക്കുന്നത് എന്ന രീതിക്ക് ജയന്തൻ ബാലുവിനോട് പറയുന്നുണ്ട്. അപ്പോൾ ബാലു ഇതിനൊരു റീപ്ലൈ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അളിയൻ പറഞ്ഞതൊക്കെ ശരിയാണ്, അളിയന് വേണ്ടി ഞാൻ എന്തും ചെയ്യും, മൊട്ട ബാലുവിൻ്റെ ഒരു റീ എൻട്രി നടത്തേണ്ട അത്യാവശ്യമുണ്ട്, പക്ഷേ എന്നാലും എന്ന് പറഞ്ഞിട്ട് ബാലു നിർത്തുമ്പോൾ ജയന്തൻ അതിന് മറുപടിയായിട്ട് പറയുന്നുണ്ട്. ജയന്തൻ പറയേണ്ട ഒരെന്നാലും ഇല്ല, അളിയൻ കളത്തിലിറങ്ങണം, കളത്തിലിറങ്ങി അടിച്ചൊതുക്കി പിടിച്ച് അളിയനൊരു സാമ്രാജ്യം തന്നെ ഉണ്ടാക്കണം, പിന്നെ പാർട്ടിയും പിന്നിലുണ്ടാകും എന്ന രീതിക്ക് ജയന്തൻ ബാലുവിന് കോൺഫിഡൻസ് നൽകുന്നുണ്ട്. അപ്പോൾ ബാലു ഒരു നിമിഷം ആ ഒരു മൊട്ട ബാലു എന്നൊരു ക്യാരക്ടറിലേക്ക് പോയിട്ട് വരുന്നുണ്ട്. ഇവർ രണ്ടുപേരും മാത്രമേ ഈ സംസാരിക്കുന്നത് മാത്രമാണ് ഈ ഒരു പ്രോമോയിലുള്ളതോടെ പ്രൊമോ അവസാനിച്ചു. അപ്പോൾ ഈ ഒരു പ്രോമോൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജയന്തൻ തന്നെയാണ്. ജയന്തൻ ഒരു റീ എൻട്രി, അതായത് ഓൾമോസ്റ്റ് 450ഓളം എപ്പിസോഡ് അവറായിക്കണ്. ഇപ്പോഴാണ് സീസൺ 1 ജയന്തൻ എന്നൊരു ക്യാരക്ടർ തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ് തിങ്കളാഴ്ചത്തെ എപ്പിസോഡിനുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച ഫുള്ളായിട്ട് വെറും 5-6 ആർട്ടിസ്റ്റുകൾ വെച്ച് മാത്രമാണ് ഉപ്പും മുളകും പോയിക്കൊണ്ടിരുന്നത്. എല്ലാം അടിപൊളി എപ്പിസോഡുകളായിരുന്നു. അപ്പോൾ ഈ ആർട്ടിസ്റ്റുകൾ ഇല്ലായ്മ കൊണ്ട് തന്നെയാണ് പുതിയൊരു ക്യാരക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉപ്പും മുളകും ടീം തയ്യാറായിരുന്നത്. അതും ജയന്തനെ തന്നെ ആയപ്പോൾ സീസൺ 1 നമ്മൾ കണ്ട് പരിചയപ്പെട്ട ഒരു ക്യാരക്ടർ തന്നെ ആയപ്പോൾ പ്രേക്ഷകർക്ക് ഡബിൾ സന്തോഷം തന്നെയാണ്. ഈ ഒരു എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് ജയന്തൻ വരുന്നത് തന്നെയാണ്. ജയന്തൻ വന്നിട്ട് ബാലുവിനെ പഴയ പോലെ ഒരു ഗുണ്ടയാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ജയന്തൻ മെയിനായിട്ട് എൻട്രി കൊടുക്കുന്നത്. അതായത് മുട്ടയടിച്ചതുകൊണ്ട്, ബാലു മുട്ടയടിച്ചുകൊണ്ട്, അപ്പോൾ നമ്മൾ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുട്ടയടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മൊട്ട ബാലുവായിട്ട് ആവാനുള്ളൊരു ചാൻസസ്, അങ്ങനത്തെ ഒരു എപ്പിസോഡൊക്കെ വന്നാൽ അടിപൊളിയായിരിക്കും എന്നുള്ളത് ആ ഒരു എപ്പിസോഡ് തന്നെയാണത്. ബാലു മുട്ടയടിച്ചതുകൊണ്ട് ഒരു മൊട്ട ബാലു റിട്ടേൺസ് വേണമെന്ന് പറഞ്ഞ് പാർട്ടിക്കാരെ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ജയന്തൻ ബാലുവിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്, എനിക്ക് വേണ്ടി മൊട്ട ബാലുവായിട്ട് വീണ്ടും വരണം എന്ന രീതിക്കൊക്കെ പറഞ്ഞിട്ട്. ബാലുവും അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ആലോചിക്കുന്നുണ്ട്. മൊട്ട ബാലുവിൻ്റെ ഒരു റീ എൻട്രി അത്യാവശ്യമാണ് എന്ന രീതിക്കൊക്കെ ബാലുവും പറയുന്നുണ്ട്. ഇപ്പോൾ നീലും ഉപ്പുമുളകിലില്ലാത്ത സ്ഥിതിക്ക് ബാലു ഒരു മൊട്ട ബാലുവായിട്ട് വരണം എന്നുള്ളത് കൺഫേമാണ്. അപ്പോൾ ആ ഒരു എപ്പിസോഡ് വേറെ ലെവലായിരിക്കും എന്നുള്ളത് കൺഫേമാണ്. ഒന്നാമത്തത് ഒരു ഡബിൾ ട്രീറ്റ് തന്നെയായിരിക്കും ഉപ്പുമുളകും ഫാൻസിന്. കാരണം മൊട്ട ബാലു എന്ന ആ ഒരു കഥാപാത്രവും തിരിച്ചു വരുന്നുണ്ട്, ജയന്തനും തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ തിങ്കളാഴ്ചത്തെ എപ്പിസോഡ് കൂടുതൽ സ്പെഷ്യലായി തന്നെയായിരിക്കും. നിങ്ങൾ മൊട്ട ബാലുവിൻ്റെ ഒരു റീ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.